മാജിക് ഡൈനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ മധുരക്കറിയാണ്. പൈനാപ്പിൾ മധുരക്കറി എന്ന് പറയുമ്പം അത് സദ്യക്കൊപ്പവും ബിരിയാണിക്കൊപ്പമൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി, വളരെ ചെറിയ ഒരു സൈഡ് ഡിഷാണ്. എങ്കിൽ കൂടി അത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യപ്പെട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ചെറിയ പൈനാപ്പിളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുത്തിയരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര വേണം, അണ്ടിപ്പരിപ്പ്, റൈസിൻസ് 2-3 ഏലക്ക, കുറച്ച് തേങ്ങ ചിരവിയത്, നെയ്യ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉണക്കമുളക്, ജീരകം, 1 ഗ്ലാസ് പാല്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ പൈനാപ്പിൾ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ അതിനായിട്ട് പൈനാപ്പിൾ പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിളിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കും. 1/2 മണിക്കൂർ ഇരിക്കുന്നത് നല്ലതാണത്. ഇപ്പോൾ പൈനാപ്പിൾ മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കാനായിട്ട് നമുക്കിത് അതിന് ആദ്യമായിട്ടൊരു പാത്രം സ്റ്റൗവിൽ വെക്കണം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ നന്നായി ബ്രൗണായി വന്നു തുടങ്ങി. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റൈസൻസും കൂടി ഒന്ന് വറുത്തെടുക്കാം. കിസ്മിസൊക്കെ നന്നായിട്ട് ചുമന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് തന്നെ കോരിയെടുക്കാം. ഇനി നമ്മൾ ഈ നെയ്യിലേക്ക് 1 സ്പൂൺ ജീരകം കൂടി ഇടുകയാണ്. ഇപ്പോൾ ജീരകമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് 2 ഉണക്കമുളകും കൂടി മുറിച്ചിടുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് കൂടി ഇട്ട് വറക്കണം. അതിനായിട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായി വറുത്തെടുക്കണം. തേങ്ങയൊക്കെ നന്നായി ബ്രൗൺ കളറായി വന്നു. തേങ്ങയും മുളകും എല്ലാം. ഇതിലേക്ക് നമുക്ക് ഇനിയിപ്പോൾ പൈനാപ്പിൾ ചേർക്കേണ്ട സമയമായി. പൈനാപ്പിൾ ചേർക്കുകയാണ്. പൈനാപ്പിൾ ചേർത്ത് നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. മറ്റു മസാലകളോ പൊടികളോ ഒന്നും നമ്മളിതിൽ ചേർക്കണില്ല. അപ്പോൾ ഒരു കളറിന് വേണ്ടി ഒരു ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. ഈ പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണത്. വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി തീയും കുറച്ച് വെച്ച് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് സമയം വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം തീ കുറച്ച് അടുപ്പയിൽ വെക്കുന്നതാണ് നല്ലത്. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്നൊന്ന് ഇളക്കി നോക്കാം. ഇതിനകത്ത് വെള്ളമുണ്ട്, നന്നായിട്ട് വെള്ളം വറ്റിയിട്ടില്ല. പൈനാപ്പിളിലെ വെള്ളവും പഞ്ചസാരയിലെ വെള്ളവും നമ്മൾ ഒഴിച്ച വെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്തില്ലായിരുന്നു. നമ്മൾ ഏലക്ക ചതച്ച് ഇതിലേക്ക് ചേർക്കാം. ഇപ്പം നമുക്ക് പൈനാപ്പിൾ ഏകദേശം വെന്തതായിട്ട് മനസ്സിലാവുന്നുണ്ട്.
പക്ഷേ വെള്ളം വറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് തന്നെ നമുക്കിതിൻ്റെ വെള്ളം തീയും കൂട്ടി വെച്ച് അങ്ങ് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം. ഈ മധുരവും പഞ്ചസാരയിലും നെയ്യിലും ഈ പൈനാപ്പിൾ നമുക്കൊന്ന് ശരിക്ക് വരട്ടിയെടുക്കാം. അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പും റൈസിൻസ് വറുത്തതും എല്ലാം നമ്മളിതിലേക്ക് ചേർക്കുന്നു. ഇനി നമ്മളിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പാലും കൂടി ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിച്ച് ഈ പാലും കൂടി ഒന്ന് വറ്റിച്ച് കുറുക്കി എടുക്കും. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമുക്കൊരു സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വല്ലാതെ ഇഷ്ടപ്പെടും. നമുക്ക് സദ്യക്കൊക്കെ ഇത് ഒരു നല്ലൊരു സൈഡ് ഡിഷായിട്ട് വിളമ്പാവുന്ന ഒരു കറിയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതുപോലെ ടേസ്റ്റുള്ള വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.